ഹായ് ഓൾ നമ്മൾ പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡ്രാമ തുടങ്ങുമ്പോഴത്തേക്കും ഹീറോയിനെ കാണിക്കുന്നു. ഹീറോ ആകട്ടെ സാധാരണ ഒരു മനുഷ്യനൊന്നുമല്ല, മറിച്ച് ഒരു AI ജനറേറ്റർ ആയിട്ടുള്ള ഐഡോളാണ്. അതായത് ഒരു എന്റർടൈൻമെന്റ് കമ്പനി ഒരുപാട് AI ജനറേറ്റഡ് ആയിട്ടുള്ള ഐഡോൾസിനെയൊക്കെ നിർമ്മിക്കുകയാണ്. അതിനുശേഷമാകട്ടെ അവർക്ക് ഹ്യൂമൻസിന്റെ രീതിക്കുള്ള ഇമോഷൻസും നൽകുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് ഇവർക്ക് ഡിപ്രഷനൊക്കെ വന്ന് അവർ ആത്മഹത്യ ചെയ്തു എന്ന രീതിക്കായിരുന്നു ഓരോ ഐഡോൾസിനെയും കമ്പനി തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നതും. സോ നമ്മുടെ ഹീറോയും ഇതുപോലൊരു ഐഡോളാണ്. സോ അവരും ഇപ്പോൾ വെള്ളത്തിലൊക്കെ ചാടി ആത്മഹത്യ ചെയ്യുന്നു. ഈ ഒരു സമയത്ത് അവനും പഴയ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. ഐഡോളും ഇതുപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന വാർത്ത ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ കേൾക്കുന്നു. ഹീറോയിന്റെ പേരാണ് ജീനാൻ. സോ ഹീറോയിനും നേരെ അവളുടെ കമ്പനിയിലേക്കും പോവുകയാണ്. ന്യൂസിലാകട്ടെ അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അവന്റെ ബോഡി ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഹീറോയുടെ പേരാണ് ഹൂലി. ശരിക്കും പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനായിട്ടുണ്ടായിരുന്ന ജീനാന് ഒരു ആർട്ടിക്കിളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ആർട്ടിക്കിളിലാകട്ടെ ബേയ്ക്ക് ബെസ്റ്റ് ആക്ടറിന്റെ അവാർഡൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ അതേ ബെസ്റ്റ് ആക്ടറിന്റെ അവാർഡ് ഹൂലി നിരസിക്കുന്നു എന്ന രീതിക്കായിരുന്നു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ അതിലെല്ലാം തന്നെ ഹൂലിനെ ബ്ലെയിം ചെയ്യുന്ന രീതിക്കായിരുന്നു അവൾ എഴുതിയതും. ഒരു പക്ഷേ ഇതൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്ന ഹൂലിക്ക് വിഷമമായിട്ടായിരിക്കാം അവനും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് അവളുടെ സിഒയും പറയുന്നത്. ഇപ്പോൾ അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുവാനായിട്ട് സിഒ നോക്കുമ്പോഴത്തേക്കും താനും എങ്ങനെയെങ്കിലും പ്രശ്നമൊക്കെ സോൾവ് ആക്കിക്കോളാമെന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷെ മരിച്ചുപോയ ഹൂലിനെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് അവൾക്ക് സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനെന്നല്ല ഒരു കമ്പനിയും നിന്നെ ഇനി ജോലിക്കൊന്നും എടുക്കുവാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് സിഒയും അവളെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും ഇറക്കി വിടുന്നു. ഹൂലിയുടെ ഫാൻസ് എല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ജീനാനും അവർ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നു. ഹൂലിക്ക് ഏറ്റവും വിഷമമായത് റിപ്പോർട്ടർ അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവളെ എത്രയും വേഗം കണ്ടെത്തണമെന്ന രീതിക്കായിരുന്നു ഫാൻസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഹൂലി അങ്ങനെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്ന കൂട്ടത്തിലാണോ എന്ന് ജീനാനും ഓർക്കുന്നു. ഈ ഒരു സമയത്ത് ഹൂലിയുടെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സീനൊക്കെ കാണിക്കുകയാണ്. ഹൂലിയും ബെസ്റ്റ് ആക്ടറിന്റെ അവാർഡ് നിരസിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിപ്പോർട്ടേഴ്സ് അവനോട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് നിലവിൽ ഹൂലി അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവന്റെ അതേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ബൈ എന്ന പേരുള്ള മറ്റൊരു ആക്ടറൊക്കെ ഉണ്ട്. ആ ഒരു ആക്ടർക്ക് അത് കിട്ടുവാനായിട്ടാണോ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും ആ ആക്ടർ അവനേക്കാളും നല്ലൊരു ആക്ടറൊക്കെ ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് കമ്പനി ഇപ്പോൾ ഹൂലിനെ വേണ്ടെന്ന് വെക്കുമോ എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ അവന് നേർക്കായിട്ട് വരുന്നു. അവനും അതിനൊന്നും തന്നെ മറുപടി പറയാതെയൊക്കെ നടന്നു പോകുന്നു. ഈ ഒരു സമയത്ത് ഹൂലിയുടെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ എടുക്കുവാനായിട്ടായിരുന്നു ശരിക്കും ജീനാൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ വഴിയിൽ വെച്ചിട്ട് ഹൂലിയുമായിട്ട് കൂട്ടിമുട്ടുന്ന അവളും എന്നാൽ അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് റെക്കോർഡർ ഓണാക്കിയിട്ട് അവന്റെ പിന്നാലെ നടക്കുന്നു. മാനേജറും എന്തുകൊണ്ടാണ് അവാർഡ് വേണ്ടെന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹുലിയോട് ചോദിക്കുന്ന സമയത്ത് ബെയ്യും എന്റെ അതേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയിരിക്കെ എനിക്കും അവനും ഒരേപോലെ ബെസ്റ്റ് ആക്ടർ അവാർഡൊന്നും കിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവന്റെ കൂടെ ഒരേ സ്റ്റേജിലൊക്കെ നിൽക്കുക എന്നത് ഞാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. എനിക്ക് എന്തായാലും അവന്റെ കൂടെ ഒന്നിച്ചൊരു അവാർഡൊന്നും വേണ്ട. അതുകൊണ്ട് മാത്രമാണ് ഞാനും അവാർഡ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഹൂലിയും സംസാരിക്കുന്നു. ഇതെല്ലാം തന്നെ റെക്കോർഡ് ആക്കിയിട്ടുണ്ടായിരുന്ന ജീനാനും ഒരുപാട് ഹാപ്പി ആവുകയാണ്. തനിക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ന്യൂസ് ഒക്കെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവൾ ഉണ്ടായിരുന്നതും. പിന്നീട് വീണ്ടും ഹൂലിയുടെ പിന്നാലെ പോകുന്ന അവളും സ്ലിപ്പായി വീഴുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഹൂലിയും അവളെ പിടിക്കുന്നു. അങ്ങനെ അവർ കാണുന്ന സമയത്തും ഹൂലി അവളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവളും താൻ ഒരു റിപ്പോർട്ടർ ആണെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് അവന്റെ ഫാൻ ആണെന്ന് പറഞ്ഞു പോകുന്നു. പിന്നീട് ഹൂലിയും എലിവേറ്ററിൽ കയറി പോകുന്ന സമയത്ത് ജീനാനും പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ പോലും അവളെ കൂട്ടാതെയാണ് അവനും മാനേജറും കൂടി ഒന്നിച്ചു പോകുന്നത്. സോ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുവാനായിട്ട് ജീനാൻ നോക്കുന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇന്റർനെറ്റിലും കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവളും എന്തുകൊണ്ടായിരിക്കാം ഹൂലി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിക്കുന്നു. ഇപ്പോൾ ജീനാനും ഫ്രണ്ടിനെ കാണുവാനായിട്ട് ഷോപ്പിലേക്ക് എത്തുന്നു. എന്നെ മാഗസിൻകാർ പുറത്താക്കി. കൂടാതെ ഹൂലി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളാകെ തകർന്നിരിക്കുകയായിരുന്നെങ്കിൽ പോലും അവളുടെ ഫ്രണ്ടും അവളെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് രാത്രിയാക്കുന്ന സമയത്ത് അവളും വീട്ടിലേക്കൊക്കെ നടക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഇടിയും മഴയൊക്കെ വരുവാനായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ അവളും ആകെ പേടിച്ചു പോവുകയാണ്. കൂടാതെ അവൾ കാരണമാണല്ലോ ഹൂലി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ഓർത്തുകൊണ്ട് ഒരു പക്ഷേ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന ഹൂലി ഒരു പ്രേതമായി വരുമോ എന്ന പേടിയിലാണ് അവൾ ഉള്ളതും. കൂടാതെ അവൾ വീടിന് മുമ്പിലെത്തിയിട്ട് ഡോറൊക്കെ അടയ്ക്കുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ ഹൂലിയും എത്തുന്നു. ഒരു ഇടിമിന്നലൊക്കെ വരുന്ന സമയത്താണ് ഹൂലിയുടെ മുഖം അവൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രേതമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവളും അപ്പോൾ തന്നെ ബോധം കെട്ട് വീഴുകയാണ്.
പിന്നീട് കണ്ണു തുറക്കുന്ന ജീനാനും മുമ്പിൽ ഹൂലിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഹൂലി പ്രേതമായിരിക്കുമെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ ഹൂലി ആകട്ടെ അവൻ ആരാണെന്നുള്ള കാര്യം പോലും മറന്നിരിക്കുകയായിരുന്നു. പക്ഷെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ജീനാനെ അന്വേഷിച്ച് അവൻ വന്നിട്ടുള്ളതും. ആരാണ് ജീനാൻ എന്ന് പോലും അവനും ചോദിക്കുന്നു. സോ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്ന ജീനാനും അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിലൊക്കെ വെച്ചിട്ട് അവന്റെ തലക്കടിച്ച് അവനെയും ബോധം കെടുത്തുകയാണ്. അങ്ങനെ ഇരിക്കെ പോലീസിനെ കോൾ ചെയ്യാമെന്നൊക്കെ ആയിരുന്നു ആദ്യം ചിന്നാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പോലീസിനെ കോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ യാങ്ങിന്റെ അടുത്തു നിന്നും ഒരു കോൾ അവൾക്കും വരുന്നു. അതായത് അവളുടെ വീട്ടിലേക്ക് ഹൂലി കയറി പോകുന്നതൊക്കെ അയാളും കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നീ പോലീസിനൊന്നും വിളിക്കുവാനായിട്ട് പാടില്ല. ഞാനും എന്ത് ചെയ്യണമെന്നൊക്കെ അറിയിക്കാമെന്ന് യാങ് പറഞ്ഞത് പ്രകാരം ഇപ്പോൾ അവളും യാങ്ങിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ ഹൂലിയുടെ ഫ്രണ്ടാണ്. അവരും ആത്മഹത്യ ചെയ്യുവാനായിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവൻ മരിച്ചില്ല. പകരമായിട്ട് തിരിച്ചെത്തി. അതേസമയം അവൻ അവന്റെ മെമ്മറീസ് എല്ലാം തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഹൂലി നിന്നെ അന്വേഷിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നതെന്ന് എനിക്ക് അറിയുകയില്ല. എങ്കിലും അവൻ ഇവിടെ നിൽക്കുന്നതാണ് എന്തുകൊണ്ട് സേഫ്. മറ്റാരും തന്നെ അവൻ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യമോ അല്ലെങ്കിൽ ഇവിടെയാണ് ഉള്ളതെന്ന കാര്യമോ അറിയുവാനായിട്ട് പാടില്ല. നീയും അവനെ സേഫ് ആയിട്ടൊക്കെ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്റ്റും കുറച്ച് പണവും ഇപ്പോൾ അവൾക്കും അവൻ കൈമാറുന്നു. നിലവിൽ ഹൂലി നിന്നെ തേടി വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് നിനക്ക് ഞാൻ ഈ പണമൊക്കെ നൽകുന്നത്. 2 ആഴ്ചയും കൂടി കഴിയുമ്പോഴത്തേക്കും നിനക്ക് ഞാൻ കൂടുതൽ പണം തരാം. നിന്റെ കടങ്ങളും അതുകൊണ്ട് തീരുമെന്ന് പറഞ്ഞുകൊണ്ട് യാങ്ങും മടങ്ങിപ്പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ഹുലി കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഹുലിനെ കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവനും സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് കേട്ട് വന്നിട്ടുണ്ടായിരുന്ന ചീനാനും ഇപ്പോൾ അവന്റെ അടുത്തായിട്ട് കുറച്ച് കള്ളങ്ങളൊക്കെ പറയുന്നു. അതായത് ശരിക്കും ഹൂലി ആരാണെന്നുള്ള ഐഡന്റിറ്റി ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് ജീനാനു ഹൂലിയുടെ പേര് ഷീറ്റാവു എന്നാണെന്നും അതുപോലെ തന്നെ ജീനാന്റെ പേര് മാൻറ്റാവു എന്നാണെന്നും പറയുന്നു. മാത്രമല്ല അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നും വിവാഹം കഴിക്കുവാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഫേക്ക് ആയിട്ടുള്ള കുറേയധികം ഫോട്ടോസ് ഒക്കെ കാണിച്ച് ഓരോരോ സന്ദർഭത്തിൽ നമ്മൾ ഇതൊക്കെ എടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു അവളും. അവളും കോളേജിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരാളായിരുന്നുവെന്നും ഒരുപാട് പേര് അവളുടെ പിന്നാലെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവരെ ആരും മൈൻഡ് ചെയ്യാതെ ഹുലിനെ മാത്രമാണ് താൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നതെന്നുമൊക്കെയാണ് അവളും പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന അവനും നേരത്തെ അവൾ ഫോട്ടോ ഒക്കെ കാണിച്ച സമയത്ത് ആ ഫോട്ടോയിൽ എക്സ്ട്രാ ഒരു കൈയും കൂടി വന്നതിനെ കുറിച്ചൊക്കെ അവളോടും ചോദിക്കുന്നു. അപ്പോൾ മാത്രമായിരുന്നു അവളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിയതായിരുന്നു അവൾക്കും. എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും അവളും അവനെ കൺവിൻസ് ചെയ്യിക്കുവാനായിട്ട് മാക്സിമം ശ്രമിക്കുകയാണ്. നേരത്തെ അവനെ തലയ്ക്കൊക്കെ അടിച്ചു വീഴ്ത്തിയിട്ടുണ്ടായിരുന്നതും ഇപ്പോൾ അവനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നതും അവളെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിശ്വസിക്കുവാനായിട്ട് തയ്യാറാകാതെ അവനും ഇരിക്കുന്നു. അതൊക്കെ പോട്ടെ, ഇപ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള രീതിക്ക് ഹുലി ചോദിക്കുമ്പോഴത്തേക്കും നിനക്കെന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്റെ അമ്മയ്ക്ക് നമ്മുടെ ബന്ധമൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ നീ എന്നെ വിളിച്ച സമയത്ത് അമ്മ ഫോൺ എടുക്കുകയും ഞാൻ അസുഖമൊക്കെ വന്ന് മരിച്ചു പോയെന്ന് പറയുകയും ചെയ്തു. അതൊക്കെ കേട്ടിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന നീയും നിനക്ക് ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നീ വെള്ളത്തിലൊക്കെ ചാടിയത്. പിന്നീട് നീ രക്ഷപ്പെട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ആദ്യം എന്നെ അന്വേഷിച്ചും വന്നു. ഇതായിരുന്നു ശരിക്കും നടന്നിട്ടുണ്ടായിരുന്നെന്ന് ജീനാനും അവനോട് പറയുന്നു. എന്തായാലും തന്റെ ആക്ടിങ് കാരണം അവനുമെല്ലാം വിശ്വസിച്ചു എന്നാണ് ജീനാനും കരുതുന്നത്. പക്ഷെ ഈ ഒരു ലവ് സ്റ്റോറിയുടെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വളരെയധികം ഓവറായിട്ട് ഹോലിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ഹോലിയും ഇതൊന്നും തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല.